നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസ്ട്രക്ഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെൻറ്റ് എന്ന പേപ്പറിലെ 5th മൊഡ്യൂളിലെ 4th ലെക്ചറാണ്. ടോപ്പിക് റൂൾസ് ഫോർ ഡ്രോയിങ് നെറ്റ്വർക്ക്, ഫൾക്കേഴ്സൺസ് റൂൾ ഫോർ നമ്പറിംഗ്. Rules for drawing network. For drawing a network, the rules are based on common sense. In a network, there must be only one initial node and must have only outgoing arrows. ഒരു നെറ്റ്വർക്കിൽ ഒരേ ഒരു ഇനിഷ്യൽ നോഡും അതിൽ ഔട്ട്ഗോയിങ് ആരോസും മാത്രമേ പാടുള്ളൂ. നെറ്റ്വർക്ക് ക്യാൻ ഹാവ് ഓൺലി വൺ ഫൈനൽ നോഡ് ആൻഡ് വിൽ ഹാവ് ഓൺലി ഇൻകമിങ് ആരോസ്. ഒരു നെറ്റ്വർക്കിൽ ഒരേ ഒരു ഫൈനൽ നോഡും അതിൽ ഇൻകമിങ് ആരോസും മാത്രമേ പാടുള്ളൂ. നോ ആക്ടിവിറ്റി ക്യാൻ സ്റ്റാർട്ട് അണ്ടിൽ ഇറ്റ്സ് ടെയിൽ എൻഡ് ഹാസ് ഒക്കേർഡ്. ടെയിൽ എൻഡ് എത്തിക്കഴിഞ്ഞതിന് ശേഷം ഒരു ആക്ടിവിറ്റിയും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ആൻ ഇവൻറ്റ് കനോട്ട് ടേക്ക് പ്ലേസ് ഓർ ഒക്കോർ അണ്ടിൽ ഓൾ ആക്ടിവിറ്റീസ് ലെഡ് ടു ഇറ്റ് ആർ കംപ്ലീറ്റഡ്. എല്ലാ ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു ഇവൻറ്റിന് വരാനോ അവിടെ അത് ഒക്കർ ചെയ്യാനോ പറ്റില്ല. ആൻ ഇവൻറ്റ് കനോട്ട് ഒക്കർ ട്വൈസ്. ഒരു ഇവൻറ്റ് ഒന്നിൽ കൂടുതൽ തവണ ഒക്കർ ചെയ്യാൻ പറ്റില്ല. ദെയർ കനോട്ട് ബി എനി നെറ്റ്വർക്ക് പാത്ത് ലൂപ്പിംഗ് ബാക്ക് ടു പ്രീവിയസ് ഒക്കറിങ് ഇവൻറ്റ്. നേരത്തെ കഴിഞ്ഞ ഒരു ഇവൻറ്റിലേക്ക് ലൂപ്പിംഗ് ബാക്ക്, അതായത് തിരിച്ചു പോകാനായിട്ട് നെറ്റ്വർക്കിൽ പറ്റില്ല. ആൻ ആരോ ഇൻ എ നെറ്റ്വർക്ക് ഷുഡ് റെപ്രസെൻറ്റ്സ് ദ സിംഗുലർ സിറ്റുവേഷൻ. ആരോ റെപ്രസെൻ്റ് ചെയ്യുന്നത് സിംഗുലർ സിറ്റുവേഷൻ ആണ്. The number of arrows should be equal to the number of activities in the project. ഒരു നെറ്റ്വർക്ക് ഡയഗ്രത്തിലെ ആരോസിൻ്റെ എണ്ണം ആ പ്രോജക്റ്റിലുള്ള നമ്പർ ഓഫ് ആക്ടിവിറ്റീസിന് ഈക്വൽ ആണ്. ഓൾ കൺസ്ട്രെയിൻസ് ആൻഡ് ഇൻ്റർഡിപ്പെൻഡൻസി ഷുഡ് ബി ഷോൺ പ്രോപ്പർലി ഓൺ ദ നെറ്റ്വർക്ക് ബൈ അപ്രോപ്രിയേറ്റ് ഡമ്മീസ്. ഡമ്മീസ് യൂസ് ചെയ്ത് ഇൻ്റർഡിപ്പെൻഡൻസി കാണിക്കുന്നു. There is no relation between the length of arrow and duration of the activity. Length of arrowയും duration of activityയും തമ്മിൽ ഒരു ബന്ധവുമില്ല. The head of arrow in the network shows the direction of progress of the work. Head of arrow represent ചെയ്യുന്നത് direction of progress of network ആണ്. Arrows usually start from left to right and the side. ആരോസ് യൂഷ്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. ഇൻ എ നെറ്റ്വർക്ക് നോ ആരോസ് ഷുഡ് ക്രോസ് ഈച്ച് അതർ. ഒരു നെറ്റ്വർക്കിൽ ആരോസ് ക്രോസ് ചെയ്യാറില്ല. എവരി ആരോ ഇൻ എ നെറ്റ്വർക്ക് ഷുഡ് ബി സ്ട്രെയിറ്റ് ലൈൻ. ഒരു നെറ്റ്വർക്കിലെ എല്ലാ ആരോസും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഫൾക്കേഴ്സൺസ് റൂൾ ഫോർ നമ്പറിംഗ്. ഇൻ എ നെറ്റ്വർക്ക് ദെയർ മസ്റ്റ് ബി ഓൺലി വൺ ഇനിഷ്യൽ നോഡ് ഫ്രം വിച്ച് ആരോസ് എമർജിങ്. ദിസ് ഇനിഷ്യൽ ഇവൻറ്റ് ഈസ് ഗിവൺ നമ്പർ 1. ഒരു നെറ്റ്വർക്കിൽ ഒരേ ഒരു ഇനിഷ്യൽ നോഡ് മാത്രമേ കാണൂ. ഇതിൽ നിന്ന് എമർജ് ചെയ്യുന്ന ആരോസിന് ഇനിഷ്യൽ ഇവൻറ്റ് നമ്പർ 1 എന്ന് മാർക്ക് ചെയ്യും. നെഗ്ലക്റ്റ് ഓൾ ദ ആരോസ് എമർജിങ് ഔട്ട് ഓഫ് ദി ഇനിഷ്യൽ ഇവൻറ്റ് ആൻഡ് പ്രൊവൈഡ് ദ നമ്പർ 2, 3, 4 etc. ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ ദ സീക്വൻഷ്യൽ ഓർഡർ. നേരത്തെ എമർജ് ചെയ്ത ആരോയ്ക്ക് നമ്മൾ ഇനിഷ്യൽ ഇവൻറ്റ് 1 എന്ന് മാർക്ക് ചെയ്തു. ദെൻ കമ്മിങ് ഇവൻറ്റ്സിന് 2, 3 എന്ന് മാർക്ക് ചെയ്യുന്നു. ഇത് ഒരു സീക്വൻഷ്യൽ ഓർഡർ പോലെ ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്കാണ് നമ്പറിങ് ചെയ്യുന്നത്. എഗെയിൻ നെഗ്ലക്റ്റ് ഓൾ ആരോസ് ആൻഡ് കണ്ടിന്യൂ ദിസ് പ്രോസസ്. ദിസ് ഓപ്പറേഷൻ ഈസ് റിപ്പീറ്റഡ് അണ്ടിൽ ലാസ്റ്റ് ഇവൻറ്റ് ഈസ് റീച്ച്ഡ്. നമ്പറിങ് ചെയ്യുന്നതിനനുസരിച്ച് ആരോസ് നെഗ്ലക്റ്റ് ചെയ്ത് ഈ ഒരു പ്രോസസ്സ് ഫൈനൽ നോഡ് എത്തുന്നത് വരെ കണ്ടിന്യൂ ചെയ്യുന്നു. Next question, draw the network for the given project with the following activities: setting out, placing purchase order for timber for foam water, excavating the foundation, preparation of formwork, erection the formwork, pouring the concrete and finishing. ഈ ക്വസ്റ്റ്യനിൽ സെറ്റിംഗ് ഔട്ടും പർച്ചേസിങ്ങും സൈമൾട്ടേനിയസ്ലി ചെയ്യാൻ പറ്റുന്ന 2 ആക്ടിവിറ്റീസാണ്. സോ അത് രണ്ടും ഇനിഷ്യൽ നോഡിൽ നിന്ന് എമർജിങ് ചെയ്യുന്ന 2 ആരോസിൽ മാർക്ക് ചെയ്യുക. ദെൻ എക്സ്കവേഷൻ നമുക്ക് സെറ്റിംഗ് ഔട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റൂ. സോ സെറ്റിംഗ് ഔട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു നോഡ് കൊടുക്കുക. അതിൽ നിന്ന് എമർജ് ചെയ്യുന്ന ആരോയിൽ എക്സ്കവേഷൻ മാർക്ക് ചെയ്യുക. ദെൻ പ്രിപ്പറേഷൻ ഓഫ് ഫോം വർക്ക് പർച്ചേസിങ് കഴിഞ്ഞതിന് ശേഷം ചെയ്യാൻ പറ്റും. സോ പർച്ചേസിങ് കഴിഞ്ഞതിന് ശേഷം ഒരു നോഡ് കൊടുക്കുക. അതിൽ നിന്ന് എമർജ് ചെയ്യുന്ന ആരോയിൽ
പ്രിപ്പറേഷൻ ഓഫ് ഫോം വർക്ക് മാർക്ക് ചെയ്യുക. ദെൻ ഇറക്ഷൻ, എക്സ്കവേഷനും പ്രിപ്പറേഷൻ ഓഫ് ഫോം വർക്കും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇറക്ഷൻ ചെയ്യാൻ പറ്റൂ. സോ ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് ഒരു നോഡ് നൽകുക. ആ നോഡിൽ നിന്ന് എമർജിങ് ചെയ്യുന്ന ആരോയിൽ ഇറക്ഷൻ മാർക്ക് ചെയ്യുക. ദെൻ ലാസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് പോറിങ് ആൻഡ് ഫിനിഷിംഗ് ആണ്. സോ ഇറക്ഷൻ കഴിഞ്ഞ് ഒരു നോഡ് കൊടുക്കുക, അതിൽ നിന്ന് എമർജ് ചെയ്യുന്ന ആരോയിൽ പോറിങ് മാർക്ക് ചെയ്യുക, ലാസ്റ്റ് ഒരു നോഡ് കൊടുത്ത് സ്റ്റോപ്പ് ചെയ്യുക. ദെൻ നമ്പറിങ് നോക്കാം. ഫസ്റ്റ് ഒരു സെക്ഷൻ ലൈൻ അസ്യൂം ചെയ്യുക. സെക്ഷൻ ലൈനിലെ ലെഫ്റ്റ് സൈഡിലുള്ള നോഡിന് 1 എന്ന് മാർക്ക് ചെയ്യുക. ദെൻ സെക്കൻഡ് ഒരു സെക്ഷൻ ലൈൻ കൺസിഡർ ചെയ്യുക. അത് ലെഫ്റ്റ് സൈഡിലുള്ള നോഡ്സിന് ടോപ്പ് ടു ബോട്ടം ആണ് നമ്പറിങ് ചെയ്യുന്നത്. ഫസ്റ്റ് നോഡിന് 1 എന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. സോ ഇനി 2 നോഡുണ്ട്, അത് ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്കുന്ന രീതിയിൽ മാർക്ക് ചെയ്യുക. സോ 2, 3. ദെൻ അനദർ സെക്ഷൻ ലൈൻ കൺസിഡർ ചെയ്യുക. ലെഫ്റ്റ് സൈഡ് നോക്കുക, നമ്പറിങ് ചെയ്യാത്ത നോഡിന് 4 എന്ന് മാർക്ക് ചെയ്തു. ദെൻ വേറൊരു സെക്ഷൻ ലൈൻ ചൂസ് ചെയ്യുക. നമ്പറിങ് ചെയ്യാത്ത നോഡ് നോക്കുക, അവിടെ 5 എന്ന് മാർക്ക് ചെയ്യുക. ലാസ്റ്റ് നോഡ് ലാസ്റ്റ് എത്രയാണോ വരുന്നത് അത് മാർക്ക് ചെയ്യുക. ഇവിടെ 6 ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ ദ നെറ്റ്വർക്ക് ഫോർ ദി ഫോളോയിങ് ആക്ടിവിറ്റീസ് ഷോൺ ഇൻ ദ ടേബിൾ. നമ്പർ ഓഫ് ആക്ടിവിറ്റീസ്, നെയിം ഓഫ് ആക്ടിവിറ്റി, ഡിസ്ക്രിപ്ഷൻ ഓഫ് ആക്ടിവിറ്റി, പ്രീ റിക്വസ്റ്റിക്സ്. പ്രീ റിക്വസ്റ്റിക്സ് എന്ന് പറയുന്നത് കണ്ടീഷനാണ്. ഇപ്പോൾ നമുക്കൊരു ആക്ടിവിറ്റി തുടങ്ങാനായിട്ട് എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടാകും. ഇപ്പം മറ്റൊരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമേ മറ്റുള്ള അടുത്ത ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്ന കണ്ടീഷൻസിനെയാണ് പ്രീ റിക്വസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഫസ്റ്റ് ആക്ടിവിറ്റി എം, ഇറക്ഷൻ ഓഫ് സൈറ്റ് വർക്ക്ഷോപ്പ്. ദെൻ സെക്കൻഡ് എൻ, ഫെൻസ് ദ കൺസ്ട്രക്ഷൻ. തേർഡ് പ്രിപ്പറേഷൻ റീഫോഴ്സ്മെൻറ്റ്. പ്രീ റിക്വസ്റ്റിക്സ് ഉണ്ട് എം. ദെൻ 4 പി, എക്സ്കവേഷൻ. പ്രീ റിക്വസ്റ്റിക്സ് എൻ. ദെൻ 5 ക്യൂ, steel fabrication. Pre requisites MO. 6 R, installing concrete plant. Pre requisite N. 7 S, placing a reinforcement. Pre requisite O and P. 8 T, concreting foundation. Pre requisite R and S. 9 U, painting steelwork. Pre requisite Q. 10 V, erection of steelwork. Prerequisite T and U. 11 W, finishing touch. Prerequisite V. ഈ ഒരു ക്വസ്റ്റ്യന് 11 ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്. ഓരോ ആക്ടിവിറ്റിക്കുമുള്ള പ്രീ റിക്വസൈറ്റും തന്നിട്ടുണ്ട്, അതായത് കണ്ടീഷൻസും തന്നിട്ടുണ്ട്. നമുക്കിനി നെറ്റ്വർക്ക് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റ് 2 ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എം, ഇറക്ഷൻ ഓഫ് സൈറ്റ് വർക്ക്ഷോപ്പ് ആൻഡ് എൻ, ഫെൻസ് ദ കൺസ്ട്രക്ഷൻ സൈറ്റാണ്. ഫസ്റ്റ് ഒരു നോഡ് കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് എമർജ് ചെയ്യുന്ന 2 ആരോസിൽ ഫസ്റ്റ് 2 ആക്ടിവിറ്റീസ് മാർക്ക് ചെയ്ത, അതായത് എം ആൻഡ് എൻ. ദെൻ തേർഡ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് പ്രിപ്പയർ റീഫോഴ്സ്മെൻ്റ് ആണ്. അതിന് കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ആക്ടിവിറ്റി എം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ തേർഡ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. സോ സെക്കൻഡ് നോഡ് കൊടുക്കേണ്ടത് ആക്ടിവിറ്റി എം കഴിഞ്ഞ് വരുന്ന ആരോയ്ക്ക് അടുത്താണ്. സോ ആക്ടിവിറ്റി എം കഴിഞ്ഞ് വരുന്ന ആരോയുടെ അടുത്ത് നോഡ് കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് എമർജ് ചെയ്യുന്ന ആരോയ്ക്ക് O എന്ന് മാർക്ക് ചെയ്യുക. ദെൻ ഫോർത്ത് ആക്ടിവിറ്റി പി, എക്സ്കവേഷൻ ആണ്. സെക്കൻഡ് ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഫോർത്ത് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. അതായത് എൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ പി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. ഫസ്റ്റ് നോഡിൽ നിന്ന് എമർജ് ചെയ്ത ആരോയ്ക്ക് എൻ എന്ന് മാർക്ക് ചെയ്തിരുന്നു. അവിടെ ഒരു നോഡ് നൽകിയതിന് ശേഷം ഇതിൽ നിന്ന് എമർജ് ചെയ്യുന്ന ആരോയ്ക്ക് പി എന്ന് കൊടുത്തു. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ക്യൂ ആണ്. സ്റ്റീൽ ഫാബ്രിക്കേഷൻ. ക്യൂ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എം ആൻഡ് ഒ കംപ്ലീറ്റ് ചെയ്യണം. സോ എമ്മിന് ശേഷം വരുന്ന നോഡിൽ നിന്ന് അനദർ ആരോ എമർജ് ചെയ്യുന്നു. ആ ആരോയിൽ ക്യൂ മാർക്ക് ചെയ്തു. ദെൻ ആക്ടിവിറ്റി ആർ, ഇൻസ്റ്റോളിംഗ് കോൺക്രീറ്റ് പ്ലാന്റ്. ആർ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. എൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നൽകിയ നോഡിൽ നിന്ന് ഒരു ആരോ എമർജ് ചെയ്ത് ആ ആരോയിൽ ആർ എന്ന
എന്ന് മാർക്ക് ചെയ്തു. ദെൻ ആക്ടിവിറ്റി എസ് പ്ലേസിംഗ് റീഫോഴ്സ്മെൻറ്റ് പ്ലേസ് ചെയ്യണമെങ്കിൽ ആക്ടിവിറ്റി ഒയും പിയും കംപ്ലീറ്റ് ചെയ്യണം. സോ ഇവിടെ ഒ ആൻഡ് പി മാർക്ക് ചെയ്തിരുന്നു. അതിൽ നിന്ന് ഒരു നോഡിലേക്ക് നൽകുക. ദെൻ ആരോ മാർക്ക് ചെയ്ത് എസ് എന്ന് മാർക്ക് ചെയ്തു. ദെൻ ആക്ടിവിറ്റി ടി കോൺക്രീറ്റിംഗ് ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആക്ടിവിറ്റി എസ് ആൻഡ് ആർ കംപ്ലീറ്റഡ്. സോ ആക്ടിവിറ്റി എസും ആറും കോമൺ ഒരു നോഡിലേക്ക് മാർക്ക് ചെയ്യുക. ദെൻ അതിൽ നിന്ന് ഒരു ആരോ എമർജ് ചെയ്ത് ആ ആരോയ്ക്ക് ടി എന്ന് മാർക്ക് ചെയ്തു. യു പെയിൻറ്റിങ് സ്റ്റീൽ വർക്ക് പെയിൻറ്റ് ചെയ്യാനായിട്ട് ആക്ടിവിറ്റി ക്യൂ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ആക്ടിവിറ്റി ക്യൂ മാർക്ക് ചെയ്തതിന് ശേഷം ഒരു നോഡ് നൽകുക. ആ നോഡിൽ നിന്ന് എമർജ് ചെയ്യുന്ന ആരോയിൽ യു എന്ന് മാർക്ക് ചെയ്യുക. ദെൻ വി ഇറക്ഷൻ ഓഫ് സ്റ്റീൽ വർക്ക് ടി ആൻഡ് യു ആർ പ്രീ റിക്വസൈറ്റ്. സോ ടി ആൻഡ് യു കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ വി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. സോ യുവും ടിയും കോമൺ ആയിട്ട് ഒരു നോഡിലേക്ക് മാർക്ക് ചെയ്യുക. ദെൻ അവിടെ നിന്ന് എമർജ് ചെയ്യുന്ന ആരോയിൽ വി എന്ന് മാർക്ക് ചെയ്യുക. ദെൻ ലാസ്റ്റ് ആക്ടിവിറ്റി ഡബ്ല്യു മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, വിയിൽ നിന്ന് വി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഡബ്ല്യു സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. സോ വി കഴിഞ്ഞതിന് ശേഷം ഒരു നോഡ് നൽകുക. അതിൽ നിന്ന് എമർജ് ചെയ്യുന്ന ആരോയിൽ ഡബ്ല്യു എന്ന് മാർക്ക് ചെയ്യുക. ദെൻ ലാസ്റ്റ് ഒരു നോഡ് നൽകി സ്റ്റോപ്പ് ചെയ്യുക. ഇനി എങ്ങനെയാണ് നമ്പറിങ് ചെയ്യുന്നതെന്ന് നോക്കാം. നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ ഫസ്റ്റ് ഒരു സെക്ഷൻ ലൈൻ കൺസിഡർ ചെയ്യുക. സെക്ഷൻ ലൈനിൽ ലെഫ്റ്റ് പോർഷനിൽ വരുന്ന നോഡ് ഇനിഷ്യൽ നോഡായിട്ട് കണക്കാക്കി 1 എന്ന് മാർക്ക് ചെയ്യുക. നമ്പറിങ് ചെയ്യുന്നത് ഓരോ നെറ്റ്വർക്കിൽ ഓരോ രീതിയായിരിക്കും. നെറ്റ്വർക്ക് വരയ്ക്കുന്നതനുസരിച്ച് നമ്പറിങ് മാറാം. ഇവിടെ സെക്കൻഡ് സെക്ഷൻ ലൈൻ കൺസിഡർ ചെയ്യുക. ലെഫ്റ്റ് സൈഡ് നോക്കുക. നമ്പറിങ് ചെയ്യാത്ത നോഡ്സിന് നമ്പർ ചെയ്യുക. ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്കാണ് നമ്പറിങ് ചെയ്യുന്നത്. സോ 2 and 3. ദെൻ കൺസിഡർ അനദർ സെക്ഷൻ ലൈൻ മാർക്ക് ചെയ്യുമ്പോൾ നമ്പറിങ് ചെയ്യാത്ത നോഡ് നോക്കുക. ദെൻ 4. ദെൻ ടേക്ക് അനദർ സെക്ഷൻ ലൈൻ. ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് നമ്പർ ചെയ്യുന്നു. 5 and 6. ദെൻ കൺസിഡർ സെക്ഷൻ ലൈൻ. ലെഫ്റ്റ് സൈഡ് നോക്കുക. മാർക്ക് ചെയ്യാത്ത നോഡിനാണ് നമ്പറിങ് ചെയ്യുന്നത്. ദെൻ 7. ദെൻ ഒരു സെക്ഷൻ ലൈൻ നോക്കുക. ലെഫ്റ്റ് സൈഡ് നോക്കുക. നമ്പറിങ് ചെയ്യാത്ത നോഡിന് നമ്പറിങ് ചെയ്യുക. സോ ഹിയർ 7. ദെൻ ടേക്ക് അനദർ സെക്ഷൻ ലൈൻ. നമ്പറിങ് ചെയ്യാത്ത നോഡ് നോക്കുക. ഹിയർ 8. ലാസ്റ്റ് നോഡിന് 9 എന്ന് മാർക്ക് ചെയ്തു. തേർഡ് ക്വസ്റ്റ്യൻ. A project has 16 activities. Draw its network with the following logic. A is the first activity. B, C and D follow A and can be done simultaneously. E and G cannot be started till C is completed. F is the immediate successor to activities B and E. Activity H and K succeeds activity G and can start simultaneously. I and J are immediate successor activities to activity D. M and N are immediate successor to activity I and K. However, both M and N can be performed simultaneously. O and P are last activities. Activity O is the immediate successor N and L. Activity P is the immediate successor M and J. Draw the network and number the events. ഈ ക്വസ്റ്റ്യനിൽ 16 ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്. ഓരോ ആക്ടിവിറ്റിയും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപുള്ള കണ്ടീഷൻസും തന്നിട്ടുണ്ട്. ഇവിടെ എ എന്ന് പറയുന്നത് ഫസ്റ്റ് ആക്ടിവിറ്റി ആണെന്ന് പറയുന്നു. സോ ഫസ്റ്റ് ഒരു നോഡ് കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് എമർജ് ചെയ്യുന്ന ആരോയ്ക്ക് എ എന്ന് മാർക്ക് ചെയ്തു. ദെൻ ബി, സി, ഡി എന്ന് പറയുന്നത് എ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സൈമൾട്ടേനിയസ്ലി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ എ കഴിഞ്ഞതിന് ശേഷം ഒരു നോഡ് കൊടുക്കുക. അതിൽ നിന്ന് 3 ആരോസ് എമർജ് ചെയ്ത് ബി, സി, ഡി മാർക്ക് ചെയ്തു. ദെൻ ഇ ആൻഡ് ജി എന്ന് പറയുന്നത് സി കംപ്ലീറ്റ് ചെയ്യാതെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. സോ സി കഴിഞ്ഞതിന് ശേഷം ഒരു നോഡ് നൽകി അതിൽ നിന്ന് 2 ആരോസ് എമർജ് ചെയ്ത് ഇ ആൻഡ് ജി മാർക്ക് ചെയ്തു.
Then F is the immediate successor to activity B and E. F എന്ന് പറയുന്നത് ബിയുടെയും ഇയുടെയും ഇമ്മീഡിയറ്റ് സക്സസറാണ്. അതായത് ബിയും ഇയും കഴിഞ്ഞതിന് ശേഷം മാത്രമേ എഫ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. സോ ബിയും ഇയും കോമൺ ആയിട്ട് ഒരു നോഡിലേക്ക് നൽകിയതിന് ശേഷം ആ നോഡിൽ നിന്ന് എമർജ് ചെയ്യുന്ന ലൈനിൽ എഫ് മാർക്ക് ചെയ്തു. ദെൻ ആക്ടിവിറ്റി H ആൻഡ് K സക്സീഡ്സ് ആക്ടിവിറ്റി G ആൻഡ് ക്യാൻ സ്റ്റാർട്ട് സൈമിൾട്ടേനിയസ്ലി. ആക്ടിവിറ്റീസ് H ആൻഡ് K എന്ന് പറയുന്നത് G കഴിഞ്ഞതിന് ശേഷം സൈമിൾട്ടേനിയസ്ലി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസാണ്. സോ G കഴിഞ്ഞതിന് ശേഷം ഒരു നോഡ് നൽകി അതിൽ നിന്ന് 2 ആരോസ് എമർജ് ചെയ്ത് H ആൻഡ് K മാർക്ക് ചെയ്തു. ദാറ്റ് ഈസ് H ആൻഡ് K. ദെൻ L സക്സീഡ്സ് F ആൻഡ് H. എഫും ഹെച്ചും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ L സ്റ്റാർട്ട് ചെയ്യൂ. സോ എഫും ഹെച്ചും കഴിഞ്ഞതിന് ശേഷം ഒരു കോമൺ നോഡ് നൽകി അതിൽ നിന്ന് എമർജ് ചെയ്യുന്ന ആരോയിൽ L മാർക്ക് ചെയ്തു. നെക്സ്റ്റ് ആക്ടിവിറ്റീസ് ആയ ഐ ആൻഡ് ജെ എന്ന് പറയുന്നത് ഡിയുടെ ഇമ്മീഡിയറ്റ് സക്സസേഴ്സ് ആണ്. സോ ഡി കഴിഞ്ഞതിന് ശേഷം ഒരു നോഡ് നൽകി അതിൽ നിന്ന് എമർജ് ചെയ്യുന്ന 2 ആരോസിൽ ഐ ആൻഡ് ജെ മാർക്ക് ചെയ്തു. ദെൻ എം ആൻഡ് എൻ ആർ ഇമ്മീഡിയറ്റ് സക്സസർ. എം ആൻഡ് എൻ ക്യാൻ പെർഫോം സൈമിൾട്ടേനിയസ്ലി. എം ആൻഡ് എൻ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് സക്സസർ ഓഫ് ഐ ആൻഡ് കെ. ഐയുടെയും കെയുടെയും ഇമ്മീഡിയറ്റ് സക്സസേഴ്സ് ആണ് എം ആൻഡ് എൻ. രണ്ടും സൈമിൾട്ടേനിയസ്ലി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസാണ്. സോ ഐ ആൻഡ് കെയ്ക്ക് കോമൺ നോഡ് നൽകി അതിൽ നിന്ന് എമർജ് ചെയ്യുന്ന 2 ആരോസിൽ എൻ ആൻഡ് എം മാർക്ക് ചെയ്തു. ദെൻ O and P are last activity. O is the immediate successor of N and L. P is the immediate successor of M and J. ഒയും പിയും ആണ് ലാസ്റ്റ് ആക്ടിവിറ്റീസ്. ഒ എന്ന് പറയുന്നത് എന്നിൻ്റെയും എല്ലിൻ്റെയും ഇമ്മീഡിയറ്റ് സക്സസറാണ്. പി എന്ന് പറയുന്നത് എം ആൻഡ് ജെയുടെ ഇമ്മീഡിയറ്റ് സക്സസറാണ്. സോ എന്നും എല്ലും കഴിഞ്ഞതിന് ശേഷം കോമൺ നോഡ് നൽകി അതിൽ നിന്ന് എമർജ് ചെയ്യുന്ന ആരോയിൽ ഒ മാർക്ക് ചെയ്യുക. ദെൻ എമ്മും ജെയും കഴിഞ്ഞ് ഒരു കോമൺ നോഡ് നൽകി അതിൽ നിന്ന് എമർജ് ചെയ്യുന്ന ആരോയിൽ പി മാർക്ക് ചെയ്യുക. ഒക്കും പിക്കും കോമൺ നോഡ് നൽകി ഈ നെറ്റ്വർക്ക് സ്റ്റോപ്പ് ചെയ്യും. ഇനി ഈ നെറ്റ്വർക്കിനെ നമ്പറിങ് ചെയ്യുന്നത് നോക്കാം. കഴിഞ്ഞ ക്വസ്റ്റ്യൻസിൽ പറഞ്ഞതുപോലെ സെക്ഷൻ ലൈൻ അസ്യൂം ചെയ്യുക. ഫസ്റ്റ് ഇനിഷ്യൽ നോഡിന് 1 എന്ന് മാർക്ക് ചെയ്യുക. ദെൻ ഒരു സെക്ഷൻ ലൈൻ അസ്യൂം ചെയ്യുക. നമ്പറിങ് ചെയ്യാത്ത നോഡിന് നമ്പർ കൊടുക്കുക, ദാറ്റ് ഈസ് 2. അടുത്തൊരു സെക്ഷൻ ലൈൻ കൺസിഡർ ചെയ്യുക, നമ്പറിങ് ചെയ്യുക 3. ദെൻ ഒരു സെക്ഷൻ ലൈൻ അസ്യൂം ചെയ്യുക. നമ്പറിങ് ചെയ്യാത്ത നോഡ്സിന് വേണം നമ്മൾ സെക്ഷൻ ലൈൻ അസ്യൂം ചെയ്ത് ലെഫ്റ്റ് സൈഡ് നോക്കി നമ്പർ നൽകാൻ. ഇവിടെ 4 ആൻഡ് 5. ദെൻ ഒരു സെക്ഷൻ ലൈൻ മാർക്ക് ചെയ്യുക, നമ്പറിങ് ചെയ്യുക 6. ദെൻ അസ്യൂം അനദർ സെക്ഷൻ ലൈൻ. നമ്പറിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, സെക്ഷൻ ലൈൻ വരച്ചതിന് ശേഷം ലെഫ്റ്റ് സൈഡ് നോക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ നോട്ട്സിന് നമ്പറിങ് ചെയ്യാനുണ്ടെങ്കിൽ ടോപ്പിൽ നിന്ന് ബോട്ടത്തിൽ എന്ന രീതിയിൽ വേണം നമ്പറിങ് ചെയ്യാൻ. ഇവിടെ 2 നോട്ട്സ് ഉണ്ട്. ലാസ്റ്റ് സെക്ഷൻ ലൈൻ അസ്യൂം ചെയ്തപ്പോൾ 2 നോട്ട്സ് ഉണ്ട്. അതായത് ടോപ്പിൽ 7 എന്നും ബോട്ടത്തിൽ 8 എന്നും മാർക്ക് ചെയ്തു. ദെൻ ഒരു സെക്ഷൻ ലൈൻ മാർക്ക് ചെയ്യുക. സിമിലർലി 9 ആൻഡ് 10 ലാസ്റ്റ് നോഡിന് 11 എന്ന് മാർക്ക് ചെയ്തു. നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക. കണ്ടീഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ കണ്ടീഷൻസ് അനുസരിച്ച് വേണം നെറ്റ്വർക്ക് വരയ്ക്കാൻ. ഒരിക്കലും ആരോസ് ക്രോസ് ചെയ്യുന്ന രീതിയിൽ നെറ്റ്വർക്ക് വരയ്ക്കാൻ പറ്റില്ല. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ റൂൾസ് എല്ലാം ഫോളോ ചെയ്ത് വേണം ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കാൻ. നമ്പറിങ് ചെയ്യുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരു സെക്ഷൻ ലൈൻ അസ്യൂം ചെയ്ത് ലെഫ്റ്റ് സൈഡ് വേണം ലെഫ്റ്റ് സൈഡിലുള്ള നോട്ട്സിന് നമ്പറിങ് ചെയ്യുക. സിമിലർലി സെക്ഷൻ ലൈൻസ് മാർക്ക് ചെയ്ത് പോകുമ്പോൾ ഒരു തവണ നമ്പറിങ് ചെയ്ത നോട്ട്സിന് വീണ്ടും നമ്പറിങ് ചെയ്യരുത്. നമ്മൾ നമ്പറിങ് ചെയ്യാത്ത നോട്ട്സിന് വേണം അടുത്തൊരു സെക്ഷൻ ലൈൻ കൺസിഡർ ചെയ്യുമ്പോൾ നമ്പറിങ് ചെയ്യാൻ. ഇപ്പോൾ ഒരു സെക്ഷൻ ലൈൻ കൺസിഡർ ചെയ്ത് ലെഫ്റ്റ് സൈഡിൽ ഒന്നിൽ കൂടുതൽ നോട്ട്സിന് നമ്പറിങ് ചെയ്യാനുണ്ടെങ്കിൽ ടോപ്പിൽ നിന്ന് ബോട്ടത്തിൽ എന്ന രീതിയിൽ വേണം നമ്പറിങ് ചെയ്യാൻ.
ഇന്നത്തെ ടോപ്പിക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം. താങ്ക് യു ഓൾ.